ഞാൻ എപ്പോഴും പറയും, പരാജയങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ വിജയങ്ങളും പഠിക്കും. എന്തുകൊണ്ടാണ് ഇത്രയും നല്ല വിജയം ഉണ്ടായത് എന്ന് നമ്മൾ പഠിക്കണം, അത് മനസ്സിലാക്കണം. ഓരോ നിയോജക മണ്ഡലത്തിലെയും വിഷയങ്ങൾ ജില്ലാതലത്തിലും നിയോജക മണ്ഡലം തലത്തിലും കമ്മിറ്റികൾ കൂടി പ്രധാനപ്പെട്ട ആളുകൾ ചേർന്നിരുന്ന് പഠിക്കണം. എവിടെയാണ് നല്ല ഭൂരിപക്ഷം കിട്ടിയത്, പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷം കിട്ടിയത്, പ്രതീക്ഷിക്കാത്ത വിജയം ഉണ്ടായി, അപ്രതീക്ഷിതമായ തോൽവി ഉണ്ടായി, എന്താണ് ഇവിടെ ജയിച്ചപ്പോൾ അവിടെ തോൽക്കാൻ കാരണം. ഓരോ പ്രദേശത്തെയും പ്രത്യേകമായി നമ്മൾ പഠിച്ച് നമ്മൾ മനസ്സിലാക്കും. അത് പഠിച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ കുറവ് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ തെറ്റായ ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ട്. തെറ്റായ ധാരണ. ഞാൻ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് 20-ൽ 18 സീറ്റ് കിട്ടി. യഥാർത്ഥത്തിൽ 2019 തിളക്കമാർന്ന വിജയമാണ്. ഒരു സീറ്റ് കുറഞ്ഞെങ്കിലും ജയിച്ചവരെല്ലാം മലബാറിൽ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് വോട്ടുകൾക്കാണ് ജയിച്ചത്. എല്ലാവരും 1 ലക്ഷത്തിന് മീതെയാണ് ജയിച്ചത് മലബാറിൽ. അതിനേക്കാൾ വലിയ വിജയമാണ് ഉണ്ടായത്. പക്ഷെ ആ വിജയം അത് പാർലമെന്റ് ഇലക്ഷനിലെ വിജയമായിരുന്നു. അത് ദേശീയ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത വിജയമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അന്ന്. അല്ലെങ്കിൽ ആ വിജയം നമുക്ക് ഈ 25-ലും 26-ലും ആവർത്തിക്കും എന്നും നമ്മൾ കരുതിയാൽ അവിടെ നമുക്ക് തെറ്റും. പക്ഷെ അവിടെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സൈഡ് എന്താണ്, കേരളത്തിലെ 111 നിയമസഭാ മണ്ഡലങ്ങളിൽ നമുക്ക് വോട്ട് ചെയ്യാൻ റെഡിയായിട്ടുള്ള ആളുകളാണ്. നമുക്ക് വോട്ട് ചെയ്യാൻ മടിയിലാണ്. പാർലമെന്റ് ഇലക്ഷന് നമുക്ക് വോട്ട് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് അസംബ്ലി ഇലക്ഷന് വോട്ട് ചെയ്യാൻ പാടില്ല? എന്തുകൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷന് വോട്ട് ചെയ്യാൻ പാടില്ല? അപ്പൊ ചെയ്യാം. അപ്പൊ നമുക്ക് ചെയ്യാൻ തയ്യാറായ 111 വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കാൻ പറ്റുന്ന ആള് 111 നിയോജക മണ്ഡലങ്ങളിലുണ്ട്. അതൊരു തിരിച്ചറിവാണ്. അവരെ കൊണ്ട് നമുക്ക് പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആളുകളെ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമുക്ക് വോട്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ നമുക്ക് UDF വോട്ട് ചെയ്യാൻ മടിയുള്ളവരല്ല, അല്ലെ? അത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ തെരഞ്ഞെടുപ്പും വ്യത്യസ്തമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നടത്തേണ്ട പ്രവർത്തനമാണ് ഇവിടെ പറഞ്ഞതുപോലെ മിഷൻ 25 കൊണ്ട് നമ്മൾ നടത്തിയത്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ മിഷൻ 25 പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന പൂർണ്ണമായ ചാരിതാർത്ഥ്യമുള്ള ഒരാളല്ല. അതൊരു 70% ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 70%, 100% ചെയ്തിരുന്നെങ്കിൽ ഇതായിരിക്കില്ല വിജയം. ഇതിന്റെ അപ്പുറത്തേക്ക് പോയത്.